അതേപോലെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇതും സാധാരണ സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹൈലും നിഫാസും കാരണം ഒരുപാട് നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഷവ്വാലിലേക്ക് പ്രവേശിച്ചു. ഷവ്വാലിൽ റസൂലുള്ളാഹി തങ്ങൾ നിയമമാക്കി തന്ന 6 നോമ്പുണ്ട്, സുന്നത്താണ്. ഷവ്വാലിന്റെ 6 നോമ്പ്. ചില സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ ഫർദ് ഖളാ വീട്ടാൻ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ 30 നോമ്പ് ഖളാ വീട്ടാനുണ്ടാവും, ചിലപ്പോൾ 15 ഉണ്ടാവും. അപ്പൊ ഈ ഷവ്വാൽ മാസം മുഴുവനും ഈ ഫർദ് നോമ്പ് പൂർത്തിയാക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ ഷവ്വാൽ പോകുന്നതിന് മുമ്പ് റമദാൻ ഖളാ വീട്ടാൻ ബാക്കിയിരിക്കെ ഈ ഷവ്വാലിന് സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഫർദ് ബാക്കിയുണ്ട്, അതുണ്ടായിരിക്കെ തന്നെ ഈ സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. പണ്ഡിതന്മാർ പറയാറുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചില സമയങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ റമദാനിന്റെ നോമ്പ് ഖളാ വീട്ടുന്നത് ഷഅബാനിലായിരിക്കും എന്ന്. നമ്മൾ റമദാന്റെ നോമ്പ് ഖളാ വീട്ടുന്നത് ഷഅബാനിലായിരിക്കും. എപ്പോഴാ ഷഅബാൻ? ഷഅബാൻ എപ്പോഴാ? റമദാന് മുമ്പല്ലേ? റമദാന് മുമ്പല്ലേ ഷഅബാൻ? റജബ്, ഷഅബാൻ, റമദാൻ അല്ലേ? ഇതേതാ മാസം? ഷഅബാൻ തുടങ്ങിയ? ഇല്ല, റജബ് ലാസ്റ്റ്. അപ്പോൾ ഈ ഷഅബാനിലായിരിക്കും ആയിഷ പറയാൻ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടായിരിക്കും. കാരണം റസൂൽ ഉണ്ടാകുമ്പോൾ നോമ്പെടുക്കാൻ കഴിയില്ല. റസൂലിന്റെ ഖിദ്മത്തിന് വേണ്ടി, റസൂലിന്റെ ആവശ്യത്തിന് വേണ്ടി നോമ്പെടുക്കേണ്ടി വരും. അപ്പൊ നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിൽ നമ്മൾ റമദാനിന്റെ നോമ്പ് ഖളാ വീട്ടിയിരുന്നത് ഷഅബാനിലായിരുന്നു. അപ്പൊ റമദാൻ കഴിഞ്ഞ് ഷവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ, റജബ്, ഷഅബാൻ. ഈ ഷഅബാനിലാണ് അവർ നോമ്പ് ഖളാ വീട്ടിയത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ആയിഷ റളിയല്ലാഹു പോലെയുള്ള സഹാബി വനിതകൾ ഈ 6-7 മാസം സുന്നത്ത് നോമ്പ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. ആ ഷവ്വാലിലെ നോമ്പൊക്കെ അവർ എടുത്തിട്ടില്ല എന്ന് പറയാൻ ഗൈർ മഅഖൂൽ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പ് എടുക്കുന്നത് കൊണ്ട് എന്തില്ല? വിരോധം ഇല്ല. മറിച്ച് ഈ റമദാനിന് മുമ്പ്, അടുത്ത റമദാനിന് മുമ്പ് ഈ ഫർളായ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. സുന്നത്ത് നോമ്പ് എടുക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്നാണ് ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്.